പ്രപഞ്ചോൽപത്തി അത് ഡിങ്കോയിസമായിട്ട് എത്തരത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പ്രപഞ്ചോൽപത്തി പറഞ്ഞല്ലോ, ബിഗ് ബാങ് തിയറിക്ക് മുമ്പ് ഡിങ്കൻ ഉണ്ടായിരുന്നു. പിന്നെ ബിഗ് ബാങ് തിയറി നമ്മൾ പറഞ്ഞു, പിന്നെ നക്ഷത്രങ്ങൾ ഉണ്ടാവും. ഒരു മതപരമായിട്ടുള്ള ഇടപെടലാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് രീതിയിലാണ്? ഡിങ്കന്റെ ചിരിയിൽ നിന്നാണ് ബിഗ് ബാങ് ഉണ്ടായത്. ഡിങ്കന്റെ ഒരു പൊട്ടിച്ചിരിയിൽ നിന്നാണ് ബിഗ് ബാങ് ഉണ്ടായതെന്നാണ് അതിന്റെ രീതി. പിന്നെ കോസ്മിക് എനർജിയാണ് ഡിങ്കന്റെ. ആദ്യം കോസ്മിക് എനർജി രൂപത്തിലായിരുന്നു ഡിങ്കൻ ഉണ്ടായത്. പിന്നെയുള്ള എല്ലാ ഈ വികസനങ്ങളും, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, ആ പൊട്ടിച്ചിരിയുടെ ഊർജ്ജത്തിൽ നിന്നും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് പല നക്ഷത്രങ്ങളും വാതകങ്ങളും തണുത്തുറയുന്നു. അത് ഭൂഗുരുത്വം എന്ന് പറയുന്ന, ഗുരുത്വം എന്ന് പറയുന്ന, അങ്ങനെയാണ് നമ്മൾ ഡിങ്കോയിസ്റ്റ് ഗുരുക്കന്മാരുണ്ടാകുന്നത്. ഈ ഗുരുത്വം ഉണ്ടാക്കിയത് ഒരു അഞ്ചാമത്തെ ഒന്നായിട്ടാണ് ഗുരുത്വത്തെ സൃഷ്ടിച്ചത്. അത് പിന്നീട് ക്രിസ്റ്റഫർ നോളാനൊക്കെ അത് സിനിമയിൽ ഈ ഗുരുത്വം, ഇപ്പോഴാണ് അദ്ദേഹം അത് ഈ ഗുരുത്വം ഒരു അഞ്ചാമത്തെ ഒരു ഡയമെൻഷനാണ് എന്ന് കണ്ടുപിടിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ ഡിങ്കോയിസ്റ്റ് ഗുരുക്കന്മാർ ഇത് ആദ്യം അറിഞ്ഞിരുന്നു. ഗുരുത്വമാണ് അഞ്ചാമത്തെ ഡയമെൻഷൻ എന്ന് അവർ ആദ്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഗുരുത്വാകർഷണം എന്ന കാരണം കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉറഞ്ഞുകൂടുകയും വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകത്തിലേക്കും ഖരത്തിലേക്കും ഒക്കെ മാറി ഇന്ന് കാണുന്ന അവസ്ഥയിലുള്ള നക്ഷത്രങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്നു. ഭൂമി എന്ന് പറയുന്ന ചില ഗ്രഹങ്ങൾ, ഭൂമി പോലെ പല ഗ്രഹങ്ങളുണ്ടാവാം, അന്യഗ്രഹജീവികളുള്ള ഗ്രഹങ്ങളുണ്ടാവാം. അവിടെയൊക്കെ ജീവൻ്റെ സിസ്റ്റം വേറെയായിരിക്കും. ഭൂമിയുടെ കാര്യം മാത്രമാണ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യോൽപ്പത്തിയെ പറ്റി, മറ്റു മതങ്ങളൊന്നും അന്യഗ്രഹങ്ങളെ പറ്റി പറയുന്നില്ല, മനുഷ്യോൽപ്പത്തി മാത്രമേ പറയുന്നുള്ളൂ. ശാസ്ത്രമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. ശാസ്ത്രം മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്രവുമായിട്ട് ഡിങ്കോയിസം കൃത്യമായി നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥം ബാലമംഗളം മാത്രമാണ്. ഇപ്പൊ തന്നെ ബാലമംഗളത്തിൽ പറയുന്നുണ്ട്, ആദ്യം ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിരുന്നു, അതിനുള്ളിൽ അവനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നാണ് പിന്നെ വനജയൊക്കെ ഉണ്ടായത്. അപ്പം ഈ പറഞ്ഞ ഒരു ബ്ലാക്ക് ഹോളാണ് എല്ലാത്തും തുടക്കം. അതിൽ ആ ബ്ലാക്ക് ഹോളിനുള്ളിൽ അവന്റെ അതിസാന്ദ്രമായ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ അവന്റെ ഒരു പൊട്ടിച്ചിരിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ ഇവിടെ ഇരിക്കുന്ന, ഈ സംസാരിക്കാൻ പോലും കാരണം ഉണ്ടായിരിക്കുന്നത്. അതാണ് മനുഷ്യോൽപ്പത്തി. മറ്റു മതങ്ങൾ പറയുന്നത് മനുഷ്യോൽപ്പത്തി പറയുന്നത് ഈ മണ്ണ് കുഴച്ച് ഊതി എന്റെ രൂപത്തിലുണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഒരു പല കാര്യങ്ങളും പറയുന്നുണ്ട്. പലതും അതിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, അത് പിന്തുടരുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഡിങ്കൻ തൻ്റെ രൂപത്തിൽ ഉണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത്. ഡിങ്കൻ ജീവൻ സൃഷ്ടിച്ചത് തന്നെ ഒരു കളിയുടെ ഭാഗമായിട്ടാണ്. അതായത് അമിനോ അമ്ലങ്ങളിൽ നിന്നും DNA ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജ പ്രവാഹം ഇടിമിന്നലിൽ നിന്ന് വന്നു എന്ന് ശാസ്ത്രലോകം പറയുന്നു. ഇടിമിന്നൽ എങ്ങനെ വന്നു എന്ന് ഇവർ പറയുന്നില്ല. ഇത് യാദൃശ്ചികതയാണെന്നാണ് പറയുന്നത്. എല്ലാ ശാസ്ത്ര സത്യങ്ങളും കീറിമുറിച്ച് അവസാനം ഇവരെത്തുന്നത് ഒരു പോയിന്റിലേക്കാണ്. എല്ലാം കഴിഞ്ഞ് ഫോട്ടോണും കഴിഞ്ഞ് ഇവർ അതിനെ പിളർത്തി കഴിഞ്ഞ് പറയുന്നത് ഇതിനകത്ത് ഇതിങ്ങനെയാവാൻ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇലക്ട്രോണുകൾ ഓരോ ഊർജ്ജ സബ്ഷെല്ലുകളിലേക്ക് രണ്ട് വീതം പോകുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഉള്ളിലേക്ക് എത്തിയാൽ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, പിന്നെ അതൊരു യാദൃശ്ചികതയാണ് എന്ന് പറഞ്ഞ് എല്ലാ ശാസ്ത്രജ്ഞനും കൈമലർത്തുകയാണ്. ഈ യാദൃശ്ചികതയാണ് ഡിങ്കൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ യാദൃശ്ചികത കണ്ടെത്താനാകുമോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. ആ കൗതുകത്തിൽ നിന്ന് നിങ്ങൾ അടുത്ത യാദൃശ്ചികതയിലേക്ക് എത്തുന്നു. വീണ്ടും അവിടെ ഡിങ്കനുണ്ട്. അപ്പോൾ ഈ അമിനോ അമ്ലങ്ങൾ DNA ആവുന്നു, DNA ആയിട്ട് ഏകകോശ ജീവികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ കോശങ്ങൾക്ക് ഒരു അതിജീവനത്തിൻ്റെ ചാക്രിക പ്രവർത്തനങ്ങൾ ഡിങ്കൻ കൊടുക്കുകയാണ്. ഒരു അതിജീവനത്തിൻ്റെ ചക്രമാണ് കൊടുക്കുന്നത്, പരീക്ഷണങ്ങളുടെ ചക്രം. ഈ പരീക്ഷണങ്ങളോട് സ്വയം പരിപോഷിക്കാനും സ്വയം പരിശീലിക്കാനും അതെ, അങ്ങനെ സ്വയം പരിവർത്തനം ചെയ്യപ്പെടാനും പരിണമിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുകയാണ്. ഒരു പ്രേരക ചാലക ഘടകമായിട്ട് ഡിങ്കൻ നിലനിൽക്കുകയും അതിനൊപ്പം കളിക്കുകയും ഒളിച്ച് കളിക്കുന്ന ഒരവസ്ഥയിൽ അതിനുശേഷം ഈ പറയുന്ന ഏകകോശജീവികൾ വലുതാവുന്നു. ഓരോ വലുതാവലിലും ഓരോ പരിണാമത്തിലും അവയ്ക്ക് പുതിയ പുതിയ ഇന്ദ്രിയാനുഭവങ്ങൾ കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ജീവികൾക്ക് കണ്ണില്ല, മണം മാത്രമേ ഉള്ളൂ. അങ്ങനെ പുതിയ ഓരോ ജീവികൾക്ക് പുതിയ ഇന്ദ്രിയാനുഭവങ്ങൾ കൊടുക്കുകയും കൂടുതൽ ദൃഷ്ടാന്തങ്ങൾ സ്വയം മനസ്സിലാക്കാൻ അവനെ പ്രാപ്തനാക്കുകയും അങ്ങനെ ഒടുവിൽ അവനൊരു ദിവസം വിശിഷ്ട ബുദ്ധിയുള്ള മനുഷ്യനിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ പിന്നെ കാണുന്നത് ഈ മനുഷ്യ സമൂഹത്തെ അവിടെ ഈ അന്വേഷിക്കാൻ ഈ കൗതുകങ്ങളിൽ വിട്ടിട്ട് ഈ ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ട് ഉൾക്കണ്ണുള്ളവൾക്ക് കാണാനുള്ള ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ട് സൂപ്പർനോവ സ്ഫോടനങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നുകൊണ്ട് മനുഷ്യരാശിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ച് നിൽക്കുന്ന ഡിങ്കനെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ ഉറക്കമുണരാറ്, ഭക്ഷണം കഴിക്കാറ്, ഉറങ്ങാറ്. ഇപ്പോഴും കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിന് വിട്ടുകൊടുത്തിട്ട് ഒരു ഒളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ്, സ്വയം പ്രാപ്തരാക്കുക. അത്തരമൊരു രീതിയിൽ നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ഡിങ്കോയിസം സമൂഹവും അതിലെ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെയാണ് സംവദിക്കുന്നതും അല്ലെങ്കിൽ ഇടപെടുന്നത് ഏത് രീതിയിലാണ്? ഡിങ്കോയിസത്തിന്റെ പ്രധാന ആശയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടൊരു വാചകമുണ്ട്. ഡിങ്കൻ തന്നെ പറഞ്ഞൊരു വാചകം, ധർമ്മം ക്ഷണത്തിൽ നശിക്കട്ടെ എന്ന്. ഈ വാചകത്തിന്റെ കാതൽ എന്താണെന്ന് വെച്ചാൽ, ഡിങ്കൻ അവതരിച്ചിരുന്ന കാലത്ത് പാവങ്ങൾ വളരെയധികം കുറവായിരുന്നു. ഐസ് ഏജിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ
ആ കാലഘട്ടത്തിൽ പാപങ്ങൾ വളരെ കുറവായിരുന്നു. ഡിങ്കൻ അവതരിച്ചിരുന്നു, ഡിങ്കൻ ലോകം മുഴുവൻ നിയന്ത്രിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഡിങ്കൻ ഈ സൂപ്പർനോവകൾക്കുള്ളിലേക്ക് പ്രപഞ്ച എന്ന് പറയുന്ന ഗാലക്സാനന്തര യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത് ആ തിരക്കുകളിലേക്ക് എത്തിപ്പെട്ടു പോയപ്പോൾ പിന്നെ ഭൂമിയിലെ കാര്യങ്ങൾ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും വിട്ടുകൊടുത്തിട്ടാണ് അവൻ പോയത്. അല്ലാതെ അവൻ ഞാൻ എല്ലാ സദാസമയം ഞാനിത് വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നൊന്നും അവൻ വിരോധം പറയില്ല. അവൻ മനുഷ്യർക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും ഭൂമി വിട്ടുകൊടുത്തിട്ടാണ് പോകുന്നത്. ഒരു സമയത്ത് അവൻ തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അവൻ സർവാധികാരി എന്നുള്ളൊരു ഇല്ല, ഒരിക്കലും മറ്റുള്ള അങ്ങനെ എല്ലാം എന്നിൽ കൂടി വളരെ എത്ര ലിബറൽ ആയിട്ടുള്ള മറ്റൊരു ദൈവത്തെ നിങ്ങൾക്ക് കണി കാണാൻ കിട്ടില്ല. അപ്പം അങ്ങനെ ഡിങ്കൻ പോയി ശേഷം ഇപ്പോൾ ധർമ്മം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പൊ വളരെയധികം പാവങ്ങൾ പെരുകുകയും അങ്ങനെ എന്താ പറയുന്ന ഈ ഭൂമി വാസയോഗ്യമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ ഞാൻ വീണ്ടും അവതരിക്കും എന്ന് ഡിങ്കൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും അതിനാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭൂമിയിലെ പ്രശ്നങ്ങളിലൊന്നും കാര്യമായിട്ട് ഇടപെടാത്തത്. കാരണം ഇവിടെ ധർമ്മം നശിക്കണം, ധർമ്മം നശിക്കട്ടെ. ധർമ്മം നശിക്കുമ്പോൾ ക്ഷണത്തിൽ ധർമ്മം നശിക്കട്ടെ. അപ്പോൾ